നമസ്കാരം. എല്ലാവരും ഓണമൊക്കെ ആഘോഷിക്കല്ലേ? സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഓണം. ഇത്തവണ ഞാൻ എന്റെ മോളുടെ കൂടെ ഓണം ആഘോഷിക്കുന്നത്. അപ്പൊ നമ്മുടെ ചെറിയ ഓണവിശേഷങ്ങളിലേക്ക് ഞാൻ എല്ലാരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചെറുതാണെങ്കിലും ഒരു പൂക്കളമൊക്കെ ഞങ്ങൾ ഇട്ടു. പക്ഷെ പൂക്കളത്തിലിടാൻ പച്ച കളറൊന്നും കിട്ടിയില്ല. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഞങ്ങളങ്ങ് ഇട്ടു. ഞങ്ങൾ 3 ആളും കൂടെ ചേർന്നപ്പം പൂക്കളം റെഡി. പിന്നെ സദ്യയുടെ കാര്യത്തിൽ ഒരു കുറവും പറ്റത്തില്ല. സദ്യ ഉണ്ണാൻ വല്യേട്ടനും എത്തി, അനിയനും ഉണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് വീട്ടിലെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുക. അതിനൊരു കുറവുമില്ല. അതിൻ്റെ ഒരു സന്തോഷം, ആ ഒത്തൊരുമ ഉണ്ടാക്കുന്നതിലും വിളമ്പുന്നതിലും ഉണ്ട് കേട്ടോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പി കൊടുക്കുക, ഉണ്ണുക, അതൊക്കെയല്ലേ ഓണത്തിൻ്റെ ഒരു രസം. പിള്ളേരൊക്കെ വരണേ ഉള്ളൂ, ഓരോരുത്തരായിട്ട്. നമ്മളിവിടെ എല്ലാം ഇലയിൽ വിളമ്പി വച്ചിട്ടുണ്ട്. ഇനി ചോറ് വിളമ്പുക, കഴിക്കുക. 2 കൂട്ടം പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരാൾ രസം വരെ എത്തി. നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ എല്ലാ ട്രഡീഷണൽ ഓണവിഭവങ്ങളുടെയും റെസിപ്പി ഓരോന്നായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വിഭവങ്ങളെല്ലാം ഞാനിവിടെ ഉണ്ടാക്കി കേട്ടോ. ശരിക്കും ഈ ഓണം പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ മാത്രമേ നമ്മളിപ്പോൾ ഈ ട്രഡീഷണൽ ഭക്ഷണങ്ങളൊക്കെ കഴിക്കൂ. അല്ലാത്തപ്പോഴൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മറ്റ് ഭക്ഷണങ്ങളോടാണ് താല്പര്യം അല്ലേ? അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളിലെങ്കിലും അതെല്ലാം കഴിക്കാം. പെരുമാറ്റത്തില് എന്തോ ഒരു പന്ത്. അതെനിക്ക് പണ്ടേ തോന്നിയതാ. അങ്ങനെ ഒരു ഓണം ഉണ്ടായിരുന്നത് കഴിഞ്ഞു. പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.